അപ്പൊ നിങ്ങളുടെ ഇതിന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇത് അല്ലെ. അപ്പൊ ഐഡന്റിഫൈ ദ കളർ സ്കീം എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിരുന്നു. അപ്പൊ ഇവിടെ ഉള്ള കളേഴ്സ് ഏതാന്ന് നമ്മൾക്ക് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ബ്ലൂ ഉണ്ട് അല്ലെ, പേർപ്പിൾ അല്ലെങ്കിൽ വയലറ്റ് എന്ന് പറയാം, പിന്നെ യെല്ലോ. അപ്പൊ നമ്മള് ക്വിക്കായിട്ട് തന്നെ ഇതുപോലെ കളർ വീല് വരച്ചു നോക്കിയാൽ യെല്ലോ, അതുപോലെ പേർപ്പിൾ, ബ്ലൂ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാം സ്പ്ലിറ്റ് കോംപ്ലിമെന്ററി ആണ് എന്നുള്ളത് അല്ലെ. അങ്ങനെയാണ് നമ്മൾ കളർ വീല് എന്തായാലും അറിഞ്ഞിരിക്കണം എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ യെല്ലോ അല്ല, യെല്ലോ ഓറഞ്ച് ആണ് ആക്ച്വലി. ഓക്കെ, അങ്ങനെ ഒരു കോമ്പിനേഷനിലാണ് നമുക്ക് ഈ ഒരു, അപ്പൊ കറക്റ്റ് ആ കളർ എന്താന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനും പറ്റണം കേട്ടോ. അപ്പൊ ഞാനിപ്പോ യെല്ലോ എന്നാണ് ഇവിടെ പറഞ്ഞു, നിങ്ങളുടെ ആൻസർ കീയിലും യെല്ലോ ആണ് കൊടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. യെല്ലോ ഓറഞ്ച് ആണ് ആക്ച്വലി കേട്ടോ. അപ്പൊ അത് നമുക്ക് എന്താ കളർ നോക്കിയിട്ട് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, നമ്മളൊന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഇതുപോലെയുള്ള ഇത് പെട്ടെന്ന് നമ്മൾ ക്യാച്ച് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്ക് കുറച്ച് നേരം മാത്രം ഒരു ഇമേജ് കാണിച്ചിട്ട് അത് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു എന്ന് പറഞ്ഞു. അതൊക്കെ ഇപ്പോൾ പുതിയ ട്രെൻഡാണ് കേട്ടോ, ലേറ്റസ്റ്റ് ആയിട്ട് അവർ റിവൈസ് ചെയ്തിട്ട് വന്നിട്ടുള്ളതാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം ആർക്കിടെക്ട്സിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവര് ട്രാവൽ ചെയ്യും ഒരുപാട്. അപ്പൊ വലിയ ആർക്കിടെക്ട്സ് ഒക്കെ എന്താ കുറെ വേൾഡ് ടൂർസും ട്രിപ്സും ഒക്കെ അടിക്കും. അപ്പം അവിടുന്നൊക്കെ അവര് വെറുതെ ടൂർ അടിക്കല്ല, മെയിൻ ആയിട്ട് ഈ ആർക്കിടെക്ചർ കാണാൻ, ഓരോ സ്ഥലത്തുള്ള സ്റ്റൈലും അതുപോലെ അവിടുത്തെ മെറ്റീരിയൽസ് ഒക്കെ അറിയാനായിട്ടാണ് ഇതുപോലെയുള്ള വേൾഡ് ടൂർ ഒക്കെ അടിക്കുന്നത്. അപ്പൊ അവര് ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ അത് അവര് ഇൻസ്പയർഡ് ആവുകയാണ് അവിടെ കണ്ട കുറെ കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ നമ്മളുടെ മെമ്മറിയിൽ വരിക, അത് റീകളക്ട് ചെയ്ത് സ്കെച്ച് ചെയ്യുക, അതിനൊക്കെ ഉള്ള ടാലന്റ് ഉണ്ടോ എന്നാണ് ഇവർ ചെക്ക് ചെയ്യുന്നത് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് കൊണ്ട്. ഓക്കെ, അപ്പൊ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണ്, പെട്ടെന്ന് ഒരു ഇമേജ് കിട്ടിയാൽ നമ്മൾ ജസ്റ്റ് നിങ്ങൾ ഒരു ടിപ്പ് ഞാൻ പറയാം കേട്ടോ. ഞാനിത് അറ്റൻഡ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇച്ചിരി പ്രയാസമായിട്ട് തോന്നി. എല്ലാ കാര്യങ്ങളൊന്നും നമ്മൾ ഓർത്ത് വെക്കില്ലല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു 30 seconds ആണ് നിങ്ങൾക്ക് അത് കാണിച്ചു തരുന്നെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്ത് വേറൊരു ആളുണ്ടെന്ന് വിചാരിക്കുക, അയാൾക്ക് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന മാതിരി പെട്ടെന്ന് ഒന്ന് പറഞ്ഞു നോക്കാം. വൈറ്റ് ഫ്ലവേഴ്സ്, അതുപോലെ യെല്ലോ, ഓറഞ്ച്, ലെമൺ, ഓറഞ്ച് ഉണ്ട്, ലെമൺ ഉണ്ട്, യെല്ലോ കളർ. അപ്പൊ നമുക്ക് കണ്ടാൽ അറിയാം അതിന്റെ കളേഴ്സ് ആണ് മെയിൻ ആയിട്ട് അവർ ഉദ്ദേശിക്കുന്നത് അല്ലെ. കാരണം അത്രയ്ക്കും കളർഫുൾ ആയിട്ടുള്ള 2-3 കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ അടുത്ത് മെയിൻ അവർ ടെസ്റ്റ് ചെയ്യുക. ഒന്ന് ടെക്സ്ചർ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ, അതിന്റെ കളേഴ്സ് ശ്രദ്ധിക്കുന്നുണ്ടോ, അതിന്റെ ഷേപ്സ്, ഇത്രയായിരിക്കും മെയിൻ ആയിട്ട്. ഷേപ്പും കളറും ടെക്സ്ചറും ആയിരിക്കും നമുക്കൊരു ഇമേജ് തന്ന അവർ മെയിൻ ആയിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതൊന്ന് ഒബ്സർവ് ചെയ്തിട്ട് നിങ്ങൾ അടുത്തുള്ള ആളുടെ അടുത്ത് പറയുന്ന പോലെ ഒന്ന് പറഞ്ഞു നോക്കാം. അല്ലെങ്കിൽ ഇപ്പൊ പാറ്റേൺസ് ഒക്കെ ആണെങ്കിൽ ഇപ്പൊ സിഗ്സാക്ട് ലൈൻസും ഡയഗണൽസും അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് ഓർത്ത് വെക്കാൻ പറ്റില്ല. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ലെറ്റേഴ്സ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഇപ്പൊ ഓറഞ്ച് കളറിൽ പാറ്റേൺ കാണുന്നത് സിഗ്സാക്ട് ലൈൻസ് ആണ്. അപ്പൊ ഓറഞ്ച് ഓ എന്നിട്ടിട്ട് സെഡ് എന്ന് എഴുതാം, ഓ സെഡ് എന്ന് എഴുതാം. അങ്ങനെ നിങ്ങൾക്ക് എവിടെയെങ്കിലും റഫ് ആയിട്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോയാലും കുഴപ്പമില്ല. ഇങ്ങനത്തെ ഇമേജിൽ എല്ലാവർക്കും ഒരേ മെമ്മറി പവർ ആവണം എന്നില്ലല്ലോ. അപ്പൊ നമുക്കിപ്പോ ഇവിടെ വേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എങ്ങനെ മാക്സിമം മാർക്സ് സ്കോർ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഒന്നെങ്കിൽ ഇതുപോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കി, അടുത്തുള്ള ഒരാൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന പോലെ ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ആണ്, പൊമഗ്രനേറ്റ് ഉണ്ട്, ലെമൺ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ലീവ്സ് കാണാം, ഗ്രീൻ ലീവ്സ് ആണ്. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് പറഞ്ഞു നോക്കിയാൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് മറക്കില്ല. അപ്പൊ തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരികയാണ്, വിച്ച് ഇസ് ദ ഫ്രൂട്ട് നോട്ട് പ്രസന്റ് ഇൻ ദ പാറ്റേൺ, അതുപോലെ ടോട്ടൽ നമ്പർ ഓഫ് കളേഴ്സ് പ്രസന്റ്. അപ്പൊ അതൊക്കെ നമുക്ക് പെട്ടെന്ന് ആ ഇമേജിൽ നിന്ന് റീകളക്ട് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിയാൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ. ഓക്കെ, ഇപ്പം ലെമൺ യെല്ലോ, LY എന്ന് എഴുതാം, P എന്താ വയലറ്റ് പേർപ്പിൾ എന്ന് എഴുതാം. അങ്ങനെ കളർ റിലേറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് കോഡ് ചെയ്തിട്ട് വെക്കാം സൈഡിൽ. ഓക്കെ, അങ്ങനെയൊക്കെയാണ് നമുക്ക് ടിപ്സ് ഒക്കെ പറഞ്ഞു തരാൻ പറ്റുക. ഇതൊക്കെയാണ് ഓർത്ത് വെക്കാൻ പറ്റുന്ന രീതികൾ. അതുപോലെ വേറെ അടുത്ത